എന്താ മോനെ കരയുന്നത്? എന്നെ ടീച്ചർ തല്ലി. ഓ, ഇങ്ങനെ കരയുന്നത് കണ്ടാ തോന്നും നിനക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ല ആദ്യമായിട്ടാ കിട്ടുന്നതെന്ന്. ഇന്ന് ടീച്ചർ എന്നെ കൊറേ തല്ലി. ഓ, നിന്റെ ഒടുക്കത്തെ കുരുത്തക്കേടല്ലേ? അപ്പൊ തല്ലു കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണും. ഷോ, നീ അവന് വെറുതെ വഴക്ക് പറയാതെ. അവൻ അറിഞ്ഞോണ്ട് ചെയ്തതായിരിക്കില്ല. അവൻ കൊച്ചുകുട്ടിയല്ലേ. ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. എന്നിട്ടും ആ ബിന്ദു ടീച്ചർ എന്നെ ഒരുപാട് തല്ലി. ജന്തു. എത്ര തല്ല് കിട്ടി? അത് കൃത്യമായി അറിയില്ല. അറിയില്ലെന്നോ? അതെന്താടാ, നിനക്ക് എണ്ണാൻ അറിയില്ലേ? എണ്ണ അറിയാത്തോണ്ടാ എനിക്ക് തല്ല് കിട്ടിയത്. അത് കഴിഞ്ഞ് ഉഷ ടീച്ചർ എന്നെ ഒരുപാട് തല്ലി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണും. ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല അച്ഛാ. എന്നിട്ടും ആ ഉഷ ടീച്ചർ എന്നെ തല്ലി. ഒന്നും മിണ്ടാതിരുന്നിട്ടും തല്ലുകയോ? എന്നാൽ അതൊന്നും ചോദിക്കണമല്ലോ. അച്ഛൻ ചോദിക്കാനൊന്നും പോണ്ട. ടീച്ചർ ഇതുപോലെ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാ എനിക്ക് തല്ല് കിട്ടിയത്. ആ ശരി ശരി, ഇനി ഇതൊന്നും ആവർത്തിക്കരുത്. പോയിരുന്ന് പഠിക്കാൻ നോക്ക്. നിങ്ങളാണ് ഇവനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. അതൊന്നുമില്ല. അവൻ നല്ല കുട്ടിയാ, അല്ലേടാ കുട്ടാ? ചേട്ടാ, ആകെ പ്രശ്നമായി. എന്താ എന്താ ബാബു കാര്യം? അയ്യോ ചേട്ടാ, നമ്മുടെ ഡിൻഡുമോനില്ലേ, അവൻ എറിഞ്ഞ ഒരു കല്ല് അപ്പുറത്തെ വീട്ടിലെ ചിഞ്ചുവിന്റെ തലയ്ക്ക് കൊണ്ടു. ചിഞ്ചുവിനെ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് വരുന്ന വഴിയാ. കേട്ടില്ലേ നിങ്ങളുടെ പുന്നാരമോന്റെ സൽപ്രവൃത്തി? അതവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. ഡിൻഡോ, ഒന്നിങ്ങ് വന്നേ. നീ ആ ചിഞ്ചുവിന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞോ? ഇല്ല അച്ഛാ, ഞാൻ സത്യമായിട്ടും എറിഞ്ഞില്ല. പിന്നെ ബാബുവേട്ടൻ പറഞ്ഞല്ലോ നീ ചിഞ്ചുവിനെ കല്ലെറിയുന്നത് കണ്ടെന്ന്. അയ്യോ അച്ഛാ, ഞാൻ സത്യമായിട്ടും ചിഞ്ചുവിനെ എറിഞ്ഞതല്ല. ഞാൻ പറഞ്ഞില്ലേ, അവൻ വല്ല മാങ്ങയ്ക്കും എറിഞ്ഞതായിരിക്കും. മാങ്ങയ്ക്കൊന്നുമല്ല, ഞാൻ എന്റെ ക്ലാസ് ടീച്ചറുടെ തലയ്ക്ക് ഉന്നം വെച്ച് എറിഞ്ഞതാ. അത് മാറിക്കൊണ്ടതാ.